വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പായസത്തിലേക്ക് കുറച്ച് മീൻ കറി വേണം, എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മീൻ കറി നമ്മൾ പറയും അത് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. ഇത് തന്നെയാണ് പരിപാടി ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ കേട്ടോ. സോ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അൺവാണ്ട് കെമിക്കൽ അല്ലെങ്കിൽ ഈവൻ സ്മോൾ എമൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ സേഫ്റ്റി ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. സോ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ ഓർഗാനിക്കോ ഇനോർഗാനിക്കോ മെറ്റീരിയൽസ് ആയിരിക്കും. സോ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് API അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുവാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. സോ നോർമലി എങ്ങനെയാണ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ കോമൺലി പറയാം? ബൈ പ്രൊഡക്റ്റ്, ഡീഗ്രഡേഷൻ പ്രൊഡക്ട്സ്, ഇന്ററാക്ഷൻ പ്രൊഡക്റ്റ്, ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്, റിലേറ്റഡ് പ്രൊഡക്ട്സ്, ട്രാൻസ്ഫോർമേഷൻ പ്രൊഡക്റ്റ് ആൻഡ് പെനൾട്ടിമേറ്റ് പ്രൊഡക്റ്റ്. സോ നമ്മൾ ബേസിക് ആയിട്ട് ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന കോമൺ നെയിംസ് ആണ് കേട്ടോ. ഇത് നിർബന്ധമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാലും മതിയായിരിക്കും. സോ എഫക്റ്റ് ഓഫ് ഇമ്പ്യൂരിറ്റി ഓൺ ഫാർമസ്യൂട്ടിക്കൽ നമുക്ക് അറിയാം എന്താണ്? ടോക്സിസിറ്റി ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ മേ ബി ടോക്സിക് ആകാം, അത് സേഫ്റ്റി, ക്വാളിറ്റി, സ്റ്റെബിലിറ്റിയെ ബാധിച്ചേക്കാം, അൺപ്ലസന്റ് റിയാക്ഷൻസ് ഒക്കെ പേഷ്യൻ്റിൽ ഉണ്ടാകാം, സൈഡ് എഫക്റ്റ് ഉണ്ടാകാം. ഇനി ആക്സിലറേറ്റ് ഡ്രഗ് ഡിഗ്രഡേഷൻ. ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മരുന്ന് പെട്ടെന്ന് തന്നെ ഡീഗ്രേഡ് ആവും അല്ലെങ്കിൽ ഡീകമ്പോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഷെൽഫ് ലൈഫ് കുറയും. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന സമയം ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഓരോ ഡ്രഗിൻ്റെയും എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ലൈഫ് എന്നൊക്കെ പറയുന്നത് 1 വർഷം 2 വർഷം ഒക്കെ ആയിരിക്കും. അതൊക്കെ മാറി ചിലപ്പോൾ 6 മാസം 3 മാസത്തിലൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടൻസ് നഷ്ടപ്പെട്ടു പോകാം. അതായത് അതിൻ്റെ ആക്റ്റീവ് ഡ്രഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫിക്കസി നഷ്ടപ്പെട്ടു പോകാം. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടി, ടേസ്റ്റ്, ഓർഡർ, സ്റ്റെബിലിറ്റി, അപ്പിയറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം എന്തൊക്കെയാണ്? ടോക്സിറ്റി, ആക്സിലർ ഡ്രഗ് ഡിഗ്രഡേഷൻ, ലോസ് ഓഫ് പൊട്ടൻസി ആൻഡ് ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകാം. ഇനി എന്തൊക്കെ തരത്തിലൂടെയാണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക? ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് സമയത്ത് ഉണ്ടാവാറുണ്ട്. അതായത് ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് മുതൽ ലാസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നവരെ, ഇപ്പോൾ പായസം നമ്മൾ സാധനങ്ങൾ മേടിച്ച് പാലൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വരെ ഏത് പോയിന്റിൽ വേണമെങ്കിലും ഇമ്പ്യൂരിറ്റീസ് വരാം. ഫസ്റ്റ് വൺ ഈസ് റോ മെറ്റീരിയൽസ് ആണ്. നമ്മൾ ആദ്യം വാങ്ങുന്നത് ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങും, നമ്മൾ എന്ത് നോക്കും? പാല് വാങ്ങും അല്ലെങ്കിൽ പഞ്ചസാര വാങ്ങും. അപ്പോൾ പാലിൽ നശിച്ചു പോയി അല്ലെങ്കിൽ പാൽ എന്തെങ്കിലും കാരണത്താൽ നശിച്ചു പോയി കഴിഞ്ഞാൽ സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പായസം ഉണ്ടാക്കുമ്പോൾ ചീത്തയിൽ പോകില്ലേ? അപ്പോൾ അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് ലൈക്ക് ഹെവി മെറ്റൽ, ക്ലോറൈഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. അത് നമുക്ക് ലാസ്റ്റ് വരെ അതിൽ നമ്മുടെ ഇതിലും ബാധിക്കാം എന്നുള്ളതാണ്. ഇനി റിയേജന്റ് യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ റിയേജൻസുകൾ, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് സൾഫേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. സൾഫ്യൂരിക് ആസിഡ് എന്തുണ്ടായിരിക്കും? സൾഫേറ്റ് ഇമ്പ്യൂരിറ്റി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അത് നമ്മളെ ഒരുപാട് ബാധിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസ് പറയുമ്പോൾ ഹെവി മെറ്റൽസ് ഉണ്ടായിരിക്കാം, ക്ലോറൈഡ്സ് ഉണ്ടായിരിക്കാം, സൾഫ്യൂരിക് ആസിഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ FeCl3. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവും. രണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് പോലുള്ള റിയേജന്റുകളിലൊക്കെ സൾഫേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം. ഇനി സോൾവെന്റ് ആണ്. ഇപ്പം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് സോൾവെന്റ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ കണ്ടാമിനേഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ആൽക്കഹോളിക് സോൾവെന്റ് മേ കണ്ടെയ്ൻ വാട്ടർ ഇമ്പ്യൂരിറ്റി. ആൽക്കഹോളിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാധിക്കാം. ഈഥൈൽ അസറ്റേറ്റ് ക്യാൻ ഹാവ് ട്രേസ് ഓഫ് അസറ്റിക് ആസിഡ്. സോ ഈഥൈൽ അസറ്റേറ്റിൽ എന്തുണ്ടാകാം? അസറ്റിക് ആസിഡ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി റിയാക്ഷൻ വെസൽ, നമ്മൾ ഉണ്ടാക്കുന്ന പായസം ഉണ്ടാക്കിയ പാത്രം വൃത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയതിൻ്റെ അയൺ അല്ലെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ മിഡ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇങ്ങനെയുള്ള ഒക്കെ വെസൽസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അത് കാരണം എന്ത് സംഭവിക്കാം? റിയാക്ഷൻ സംഭവിക്കാം. ലൈക്ക് ആസിഡ് റിയേജന്റ് മേ റിയാക്ട് വിത്ത് സ്റ്റീൽ വെസൽ. ഇപ്പം നമ്മൾ സ്റ്റീൽ വെസലിന്റെ കൂടെ ആസിഡ് റിയേജന്റ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചോളൂ, അപ്പോൾ ഉറപ്പായിട്ട് റിയാക്ഷൻ സംഭവിക്കുക. അങ്ങനെ അയൺ കണ്ടാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ലീച്ചിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇളകിയൊക്കെ ഇതിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നശിച്ചൊക്കെ പോവാം. ഇനി ഇന്റർമീഡിയറ്റ് ഫോഴ്സ് ഡ്യൂറിങ് മാനുഫാക്ചറിങ് ആണ്. ഇൻകംപ്ലീറ്റ് റിയാക്ഷൻ, സൈഡ് റിയാക്ഷൻ, ഡീകമ്പോസിഷൻ. അതായത് റിയാക്ഷൻസ് കംപ്ലീറ്റ് ആവാണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കണ്ടീഷനിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പൊട്ടാസ്യം അയൺ മാനുഫാക്ചറിങ്ങിൽ ഐഡേറ്റ് ഒരു മേജർ ഇമ്പ്യൂരിറ്റി ആണ്. ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ പ്രോപ്പർ ആക്കുന്നില്ല, pH ലെവൽ പ്രോപ്പറായിട്ട് നോക്കുന്നില്ലെങ്കിൽ പ്രശ്നം വരാറുണ്ട്. ഇപ്പോൾ സിങ്ക് ഓക്സൈഡിനൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഹീറ്റിംഗ് ചെയ്യില്ലെങ്കിൽ അൺഅയണൈസ്ഡ് മെറ്റലിക് സിങ്ക് ഇമ്പ്യൂരിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ, നമ്മളിപ്പോൾ തുറന്നു വെക്കുവാണ്, ഇപ്പോൾ ഗ്ലാസ് പൗഡർ വീഴുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി പൊല്യൂട്ടൻസ് ഒക്കെ വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ
ആണെങ്കിലും എന്ത് സംഭവിക്കാം, എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും എന്തായാലും പഠിക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 10 മാർക്കിനൊക്കെ മിക്കവാറും എക്സാമുകൾക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കോമൺ സോഴ്സ് ഓഫ് ഇമ്പ്യൂരിറ്റിയുടെ ഒരു ഫ്ലോ ചാർട്ടാണ്. വരച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ നിർബന്ധമായിട്ട് വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇനി സ്റ്റോർ ചെയ്യുമ്പോഴും പാക്ക് ചെയ്യുമ്പോഴും ഇമ്പ്യൂരിറ്റി ഉണ്ടാവാറുണ്ട്, ഉറപ്പാണ്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ മോയ്സ്ചർ, ലൈറ്റ്, ഓക്സിജൻ പോലുള്ള കാര്യങ്ങൾ വഴി ഡീഗ്രേഡ് സംഭവിക്കും. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ലൈറ്റിൽ നിന്നൊക്കെ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ നമ്മൾ നോക്കിയില്ല, അല്ലെങ്കിൽ ലൈറ്റ് കിട്ടാത്ത സ്ഥലത്തൊന്നും വെക്കാറുണ്ട്, ലൈറ്റൊക്കെ ഉള്ളിടത്ത് മോയ്സ്ചർ ഉള്ളതൊക്കെ വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നശിച്ചു പോകും. ഇപ്പോൾ എക്സാമ്പിൾ പൂർ ക്വാളിറ്റി അലുമിനിയം ഫോയിൽസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുകയും അങ്ങനെ അത് ഡീഗ്രേഡ് സംഭവിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഫോൾട്ടി പാക്കേജിംഗ് പ്രോസസ്, പ്രോപ്പറായിട്ട് സീൽ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ സംഭവിക്കും. അപ്പോൾ പാരലൽ ഡ്രഗ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ പോളിമർ കണ്ടെയ്നേഴ്സിലേക്ക് ഫോം ഫിൽഡ് സീൽ FFS ഒക്കെ നമ്മൾ പറയണം. അത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പോളിമേഴ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമാണ്. ആൻഡ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവും. മൈക്രോബിയൽ കണ്ടാമിനേഷൻ സംഭവിക്കും, എല്ലാം നശിച്ചു പോകില്ലേ. അതായത് ഇപ്പോൾ ഒപ്താമൽ പ്രിപ്പറേഷൻ, പാരലൽ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമാണ്. അവിടെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടായി എന്ന് കണ്ട് ഞാൻ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോകും, നശിപ്പിച്ച് ഫുൾ കളയേണ്ടി വരും. സോ ഇൻ കൺക്ലൂഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് അത്യാവശ്യമാണ്. ഇമ്പ്യൂരിറ്റി പ്രൊഫൈലിംഗ് അത്യാവശ്യമാണ്. പ്യൂരിറ്റി, എഫിക്കസ്, സേഫ്റ്റി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ മെഷർ ചെയ്യേണ്ട ആവശ്യമാണ്. നല്ലതുപോലെ മാനുഫാക്ചർ ചെയ്യണം. നമ്മൾ സൈക്കിളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ എഫിക്കസി, സേഫ്റ്റി എല്ലാം നമുക്ക് നശിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ പായസം ഉണ്ടാക്കാൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നശിച്ചു പോകുന്നു എന്ന് പറയുന്ന പോലെ. മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രിഡ്ജ് വെക്കുക, എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കുക, ഇല്ലെങ്കിൽ അത് മാറ്റി വെക്കുക. അപ്പോൾ അങ്ങനെ കോറിലേറ്റ് പഠിക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും തന്നെ 10 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.